Hello guys, welcome back to our channel. ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഇതുപോലത്തെ ഒരു ഐറ്റമാണ്, ഹോം ഡെക്കർ ഐറ്റമാണ്. നമ്മുടെ കയ്യിൽ ചെറിയ ജ്യൂസിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ നല്ലൊരു ഹോം ഡെക്കർ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ജ്യൂസിൻ്റെ ചെറിയ ബോട്ടിലാണ്. അതിൻ്റെ കവറൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ മുകളിലെ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഫോയിൽ പേപ്പറാണ്. ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് 2 കൈയിൻ്റെ ഭാഗമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഞാൻ പേപ്പർ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഫോയിൽ പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് കാലും ഹെഡും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹെഡ് ജ്യൂസ് ബോട്ടിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ കാര്യം വിട്ടുപോയി, ഇതിൻ്റെ കാല് ഫിറ്റ് ചെയ്യാൻ വിട്ടുപോയി. കുഴപ്പമില്ല, നമുക്കിത് ഈ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാല് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെ ഫുള്ളായിട്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ കാലിന് നമുക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. കാല് നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഷേപ്പിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാലും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കണേ. അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ക്ലേ വെച്ചിട്ട് ഇതിനെ ആ ഒരു രൂപത്തിലേക്ക് ആക്കിയെടുക്കാം. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വഴി കാണാവുന്നതാണ്. ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.